വെളിച്ചത്ത് ശീവോതി അകത്ത് എന്ന് പറയുന്നത് പോലെ എല്ലാ ഇരുട്ടിനെയും പ്രകാശപൂർണമാക്കിക്കൊണ്ട് പൊന്നിൻ പുലരി നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ പ്രിയരെ, നിങ്ങൾക്ക് മുൻപിൽ നിങ്ങളുടെ സ്വന്തം അനു സഞ്ജയ്. ഞാൻ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഞാൻ കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയുടെ സ്വദേശിയാണ്. ഇന്ത്യൻ വ്യോമസേനയിൽ ഒരു സേവനമനുഷ്ഠിക്കുക എന്നതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അടുത്തതായി എത്തുന്നത് ചിത്തിര. നമസ്കാരം, എൻ്റെ പേര് സഞ്ജന. ഞാൻ അവസാന കൊല്ലം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. എൻ്റെ വീട് ആലപ്പുഴയിലാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി വേദിയിലേക്ക് ചോദ്യം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗായത്രി. ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ കാടും മലകളും വെള്ളത്താല സംബന്ധപ്പെട്ട കുട്ടനാട് ജില്ലയിലെ തകഴി പ്രദേശത്ത് നിന്നാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ. ഓണം നമ്മൾ മാവേലിയെ കുറിച്ചാണ് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാവേലിയുടെ വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. അപ്പം മാവേലിയെ കുറിച്ചൊരു പാട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുന്നു. മാവേലി നാടു മണിയിടും കാലം മനുഷ്യരെല്ലാരും പോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കും ഒട്ടില്ലതാകും. വിശാഖം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ദേവിക. ഞാൻ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഞാൻ നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയുടെ നാട്ടുകാരിയാണ്. എൻ്റെ ഒരു ചെറിയ കുടുംബമാണ്. അച്ഛൻ, അമ്മ, മുത്തശ്ശി, അനിയത്തി, ഞാൻ. പിന്നെ എല്ലാവർക്കും എൻ്റെ ഓണാശംസ. അടുത്തതായി എത്തുന്നു അനിഴം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കീർത്തന. ഞാനിവിടെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഞാൻ വരുന്നത് കരയത്തിൽ നിന്നാണ്. എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും തൃക്കേട്ട.
വിദ്യാർത്ഥിനിയാണ്. ഞാൻ കായംകുളത്തുനിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അമ്മൂമ്മ, ഞാൻ. പിന്നെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. മൂലം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് അൻസു വർഗീസ്. ഞാൻ അഞ്ചുവിളിക്കുന്ന നാടായി അറിയപ്പെടുന്ന ചാനാശ്ശേരിയിൽ അച്ഛനും അമ്മയുമുള്ള വീട്ടിലെ ഏക മകളായാണ് വളർന്നു വന്നത്. ഞാൻ ഈ കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായി പഠിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. പൂരാടം. മാന്യ സദസ്സിന് നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ പാർവതി. പരമേശ്വരൻ അഥവാ പരമശിവനെ ദിവ്യമായ പ്രണയത്തിലൂടെ സ്വന്തമാക്കിയ ആ ശിവകാമിയല്ല, ഞാൻ പാർവതി സുരൻ. ആദ്യ വർഷം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിനാണ് ഞാൻ പഠിക്കുന്നത്. നൃത്തവും സംഗീതവും അതിനോടൊപ്പം പഠനത്തിനും പ്രാധാന്യം നൽകി സധൈര്യം മുന്നോട്ട് പോകുന്നു. ലോകമാപ്പിൽ തന്നെ ഇടം നേടിയ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ ചമ്പക്കുളം എന്ന അതിമനോഹരവും പ്രകൃതി രമണീയവുമായ ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഒരു ചമ്പക്കുളംകാരി എന്ന നിലയിൽ ചമ്പക്കുളത്തിനെ കുറിച്ച് 2 വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. ചമ്പക്കുളം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു മലയാളിയുടെയും മനസ്സിൽ ആദ്യം ഓടി വരിക ഏറെ പ്രശസ്തമായ ചമ്പക്കുളം മൂലം വള്ളംകളിയാണ്. അതുകൊണ്ട് തന്നെ ഒരൽപ്പം തലയുയർത്തി നിൽക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി എന്റെ ഗുണദോഷങ്ങൾ. ആദ്യം ദോഷം. ഒരു ദുർബല ഹൃദയത്തിന് ഉടമയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഓണത്തിന് മാവേലി തമ്പുരാനോടൊന്ന് അപേക്ഷിച്ച് നോക്കാല്ലേ എന്നെ ഒന്ന് നന്നാക്കാൻ. ഇനി ഗുണം. ഞാൻ ഏത് സാഹചര്യത്തിലാണെങ്കിലും എൻ്റെ മുമ്പിൽ സഹായം തേടി വരുന്നവര് എനിക്ക് പറ്റുന്ന പോലെ തന്നെ ഞാൻ സഹായിക്കാറുണ്ട്. അടുത്തത്, കേരളത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ഉള്ള സെറ്റും കൊണ്ടും അതിനോടൊപ്പം പഴമ നിലനിർത്തുന്ന ആഭരണങ്ങളും അതിൻ്റെ കൂടെ കേശാലങ്കാരത്തിനായി മുല്ലപ്പൂവുമാണ് ഇന്ന് ഈ വേദിയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഓണത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ ആർപ്പുവിളികളും പുലികളികളും ഒക്കെ ആണ് നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക. അതൊക്കെ തന്നെയാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചത്. എവിടെയൊക്കെ മലയാളി ഉണ്ടോ അവിടെയൊക്കെ ഓണം ആഘോഷിക്കാറുണ്ട്. അതോടൊപ്പം ഓണക്കളികളും ഓണസദ്യയും ഓണക്കോടിയും ഒക്കെ എടുത്ത് നാം ഓണം ആഘോഷിക്കുന്നു. ഓണത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരിക്കലും അത് ആർക്കും പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. 2-3 വർഷമായി കോവിഡ് എന്ന മഹാമാരിയുടെ തടവറയിൽ നിന്ന് അതിജീവിച്ചു വന്ന നമ്മൾ ഇന്ന് എല്ലാവരും ഒത്ത് ഓണം ആഘോഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഈ മനോഹരമായ സദസ്സിൽ ഈ മത്സരത്തിന് പിറകിൽ ഈ മത്സരം നടത്താൻ വേണ്ടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, അതിനോടൊപ്പം എനിക്കിതിൽ മത്സരിക്കാൻ അവസരം തന്നവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പണ്ട് വയലാർ പറഞ്ഞ പോലെ ഈ മനോഹര തീരത്ത് ജീവിക്കാനാണ് എനിക്കും ആഗ്രഹം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. അടുത്തതായി വേദിയിലേക്ക് എത്തുന്നത് ഉത്രാടം.
ഞാനൊരു ആലപ്പുഴക്കാരിയാണ്, ഒരു മാവേലിക്കരക്കാരാണ്. എല്ലാ പ്രശ്നങ്ങളും ചിരികൊണ്ട് നേരിടാനാണ് ഇഷ്ടം. ചിരികൊണ്ടാണ് നിൽക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. അടുത്തതായി എത്തുന്നത് തിരുവോണം. നമസ്കാരം, ഞാൻ റന ഫർസാന. ഇവിടെ സെക്കൻഡ് ഇയർ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. എൻ്റെ വീട് ഇവിടെ ആലപ്പുഴ ടൗണിൽ തന്നെയാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ ഒരു പൂച്ചയുണ്ട്. ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് എംടെക്കിന് പോകണമെന്നാണ് ആഗ്രഹം, UK. ബുക്ക് വായിക്കലും നെറ്റ്ഫ്ലിക്സും പെയിൻറ്റിങ്ങും ഒക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള താല്പര്യം. എന്നാലും അനിയൻ്റെ കൂടെ ടൈം കൂടുതൽ ചെലവഴിക്കാനാണ് മെയിൻലി ചെയ്യുന്നത്. എൻ്റെ അച്ഛനും അമ്മയും സർക്കാർ ജീവനക്കാരാണ്. നന്ദി. അവസാനമായി അവിട്ടം. നമസ്കാരം. ആദ്യം തന്നെ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല നമ്മളെ ഉറക്കം കെടുത്തുന്ന സ്വപ്നമാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മളെ പഠിപ്പിച്ച ഇന്ത്യയുടെ തന്നെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ് ഇന്ന് എന്നെ ഈ കലാലയത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഞാൻ അൻഷ റേച്ചൽ വർഗീസ്. ഇന്ത്യയുടെ തന്നെ അഭിമാനമായ ദേശീയ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ചേപ്പാട് എന്ന കൊച്ചു ഗ്രാമമാണ് എൻ്റെ സ്വദേശം. യന്ത്രങ്ങളുടെ നിർമ്മാണം, പ്രവർത്തനം തുടങ്ങിയവ അഭ്യസിക്കുന്ന യന്ത്രശാസ്ത്ര നിർമ്മാണ രംഗത്തെ ഏറ്റവും മികച്ച ഒരു പഠനമായ യന്ത്രശാസ്ത്ര വിഭാഗത്തിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഞാൻ. 10 വർഷത്തോളം നൃത്തം അഭ്യസിക്കാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു അധ്യാപികയുടെ മകളായ എനിക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഇഷ്ടം തന്നെയാണ് എൻ്റെ ഭാവി ജീവിതം തിരഞ്ഞെടുക്കാനും എന്നെ നയിക്കുന്നത്. യന്ത്രങ്ങളുടെ നിർമ്മാണത്തിൽ ബിരുദാനന്ദ ബിരുദം സ്വീകരിച്ച് ഒരു അധ്യാപികയാകുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ എൻ്റെ 9ാം തരത്തിൽ കണ്ട സ്വപ്നമാണ് ഇന്ന് എന്നെ ഈ കലാലയത്തിൽ എത്തിച്ചിരിക്കുന്നത്. 2 വർഷത്തോളമായി നമ്മൾ ഏവരും നേരിട്ട് വന്ന കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഏറ്റവും നല്ല സന്തോഷമായ ഒരു ഓണക്കാലമാണിത്. നമ്മൾ ഏവരും കണ്ട ഒരു വലിയൊരു സ്വപ്നമാണ് ഈ ഓണക്കാലം. ഈ ഓണക്കാലത്ത് നാം ഏവരും ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്വപ്നം കാണുക, കഠിനാധ്വാനിക്കുക, വിജയം നമ്മളെ തന്നെ തേടി വരും. ഇനി ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം. അനൗൺസ് ചെയ്യുന്ന പേര് മുന്നിലേക്ക് വരിക. കുറച്ച് മുന്നിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ചോദ്യം നേരിടുക. ആദ്യമായി വിളിക്കുന്നത് പൂരാടം. ഓക്കെ, പൂരാടത്തിന് ആദ്യമേ തന്നെ അഭിനന്ദനമാണ് ലെവൽ 2ലേക്ക് പ്രവേശിച്ചതിനുള്ള. എൻ്റെ ചോദ്യം, അത്തം മുതൽ ഓണം വരെയുള്ള 10 നാളുകൾ ഒന്ന് പറയാമോ? ആദ്യം തന്നെ ഈ ചോദ്യം എന്നോട് ചോദിച്ചതിന് മാമിനോട് നന്ദി പറയുന്നു. അത്തം, ചിത്തിര, ചോതി, അനിഴം, വിശാഖം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരിട്ടാതി. അത്തം, ചിത്തിര, ചോതി, അനിഴം, വിശാഖം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരിട്ടാതി, ഉത്രട്ടാതി.
ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. ദശപുഷ്പങ്ങളിൽ ഒന്നാമത്തേത് ഏതാണ്? എന്നാലും രണ്ടാമത്തെ റൗണ്ടിൽ സെലക്ഷൻ കിട്ടിയതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. മോളെ, ഓണം കേറാമൂല എന്ന പ്രയോഗം കേട്ടിട്ടുണ്ട്. എന്താണ് അത് അർത്ഥമാക്കുന്നത്? Yes, Puranam, there is a lot round for you. ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ തരാം. ഓണം കേറാത്ത മൂല എന്ന പ്രയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ദയവേത് എന്നോട് ക്ഷമിക്കുക. ഓണം കേറാമൂല എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും മാവേലി തമ്പുരാൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ള വീടുകളോ അല്ലെങ്കിൽ അശുദ്ധിയായി കിടക്കുന്ന വീടുകളോ എന്തെങ്കിലും കാര്യങ്ങൾ ഓണസമയത്ത് ചെയ്യാതിരിക്കുന്ന വീടുകളോ ആവാം. അത് മാവേലി തമ്പുരാൻ കേറാത്ത വീടുകളാവാം എന്നാണ് എൻ്റെ. സോ പുരാണം ഇനി ഒരു ലോട്ട് എടുക്കണം. ആ ലോട്ടിൽ കാണുന്ന സബ്ജക്റ്റിൽ സംസാരിക്കേണ്ടി വരും 3 മിനിറ്റ്. ടോപ്പിക്ക് തിരുവാതിരയാണ്. തിരുവാതിര എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് പണ്ട് സ്കൂൾ കലോത്സവങ്ങളിൽ കളിച്ച തിരുവാതിര കളികൾ ഒക്കെയാണ്. ഞാനും അതിൽ നൃത്തവും അതിനോടൊപ്പം സംഗീതവും ചെയ്തിട്ടുണ്ട്. തിരുവാതിര എന്ന് പറയുമ്പോൾ അത് കൂടുതലും ബന്ധപ്പെട്ടത് പരമശിവനുമായിട്ടാണ്. തിരുവാതിര പല രീതികളിലും പല മറ്റു ഭാവങ്ങളിലും പല രീതികളിലും ചെയ്തു വരുന്നുണ്ട്. കൂടുതലായി കേരളത്തിലാണ് ഇത് കണ്ടുവരുന്നത്. സെറ്റും മുണ്ടും അഥവാ സെറ്റ് സാരിയും മുല്ലപ്പൂവും തുളസിയും മുക്കൂറ്റിയും എല്ലാം മുടിയിൽ അണിഞ്ഞുകൊണ്ടും അതിനോടൊപ്പം മുടി പൊക്കിക്കെട്ടി അഥവാ വട വെച്ച് കെട്ടി ആണ് ഈ തിരുവാതിര കളിക്കുന്നത്. ഒരു കവിത രൂപേണ അല്ലെങ്കിൽ ഒരു നാടൻ പാട്ടിൻ്റെ ഏകദേശം സാദൃശ്യമുള്ള രീതിയിലാണ് തിരുവാതിര കളിയുടെ പാട്ടുള്ളത്. പല നൃത്ത ചുവടുകളും സാധാരണ നൃത്തത്തിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് പല നൃത്ത ചുവടുകളിലും നിന്ന് വ്യത്യസ്തമായിട്ടാണ് തിരുവാതിര കളിക്കുന്നത്. തിരുവാതിര എന്ന് പറയുമ്പോൾ അത് ഒരു നാളുമാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഓർക്കുന്നു അതൊരു നാളുമാണ്. പിന്നെ തിരുവാതിരയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പരമശിവനുമായി നല്ല രീതിയിൽ ബന്ധമുള്ള ഒരു വ്രതം എടുക്കുന്ന സമയങ്ങളിലാണ് ഈ തിരുവാതിര കളിക്കാറുള്ളത്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു പുരാണം. റൗണ്ട് ഈസ് ഓവർ. അടുത്തതായി വേദിയിലേക്ക് അവിട്ടം. ഹലോ അവിട്ടം, കൺഗ്രാജുലേഷൻസ്. അവിട്ടത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളമിടുന്നത്. ഏത് നാളിലാണെന്ന് പറയാമോ? ഒന്നുകൂടെ പറയാം. അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളമിടുന്നത്. അത് ഏത് നാളാണ്? ഹലോ, നമ്മൾ ഓണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം, അതായത് തിരുവോണ ദിവസം, നമ്മൾ അത്തപ്പൂക്കളം ഇടാറുണ്ട്. അതിനോടൊപ്പം തന്നെ അട നിവേദിക്കാറുണ്ട്. പൂവട എന്നാണ് അതിനെ പറയുക. ഈ അട നിവേദിക്കുന്നത് ആർക്കാണ്?
ഓണത്തപ്പൻ. തൃക്കാക്കരയപ്പൻ എന്നും പറയും, ഓണത്തപ്പൻ എന്നും പറയാറുണ്ട്. ഉത്തരം ശരിയാണ്. ഓണത്തിന് നമ്മൾ അത്തപ്പൂ ഇടാറുണ്ട്. പല പൂക്കൾ നമ്മളതിൽ ഉപയോഗിക്കും. ഓണപ്പൂവ് എന്ന വിശേഷമുള്ള പൂവ് ഏതാണ്? തുമ്പ. Right, yes, sir. തുമ്പിതുള്ളൽ. ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കാരണം എനിക്കിതിനെക്കുറിച്ച് കാര്യമായി അറിയില്ല. ഓണത്തിന് ദുഷ്ടശക്തികളെ അകറ്റുവാൻ വേണ്ടിയാണ് തുമ്പിതുള്ളൽ ചെയ്യുന്നതാണ് എനിക്കുള്ള അറിവ്. കാര്യമായി ഞാൻ ഇതിനെപ്പറ്റി കേട്ടിട്ടില്ല. കേരളത്തിൽ തനതായ കലകളായ തിരുവാതിര, കഥകളി എന്നിവയെ പോലെ തന്നെ ഒരു നാടൻ കലാരൂപമാണ് തുമ്പിതുള്ളൽ. പലതരത്തിലുള്ള കലാരൂപങ്ങളെ പോലെ തന്നെ ഇതും വളരെയധികം ഓണക്കാലത്ത് പ്രചാരം നേടിയ ഒന്നാണ്. പുരാതന കാലങ്ങൾ മുതൽ കേരളത്തിൽ കണ്ടുവരുന്ന ഒന്നാണ് തുമ്പിതുള്ളൽ. കൂടുതലും പുരുഷന്മാരാണ് തുമ്പിതുള്ളൽ ചെയ്യാറുള്ളത്. ഇതിൻ്റെ വേറൊരു രൂപമാണ് മുടിയേറ്റ്. Thank you, Avitam. You can say back. Next is Attam. Attam. ഹലോ, അത്തം അഭിനന്ദനങ്ങൾ രണ്ടാം റൗണ്ടിലേക്ക് പ്രവേശിച്ചതിന്. അത്തത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഏത് നാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ഒന്നുകൂടെ ചോദിക്കാം, ഏത് നാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? സാരമില്ല, നമുക്ക് അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ഓണത്തുനാട്, ഓണാട് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഓക്കെ, കായംകുളം ശരിയാണ്. പുലികളി എന്ന് കേട്ടിട്ടുണ്ടോ? പുലികളിക്ക് പ്രശസ്തമായ ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ല. റൈറ്റ് ആൻസർ. എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം അത്തച്ചമയമാണ്. ഇതേപ്പറ്റി എനിക്ക് പരിമിതമായ അറിവുകളേ ഉള്ളൂ. അത്തച്ചമയം ഓണാഘോഷം നമ്മൾ 10 ദിവസമാണ് ആഘോഷിക്കുന്നത്. അതിലൊന്നാമത്തത് അത്തമാണ്. അത്തനാളിലാണ് നമ്മൾ ആദ്യമായി പൂക്കളം ഇടാനായിട്ട് ആരംഭിക്കുന്നത്. അവിടുന്ന് നീണ്ട 10 ദിവസങ്ങൾ നമ്മൾ പൂക്കളം ഇട്ട് തൃക്കാക്കര അപ്പന് വേണ്ടിയാണ് നമ്മൾ പൂക്കളം ഇടുന്നത്. അവസാന നാളിൽ തൃക്കാക്കര അപ്പന് അട നിവേദിച്ച് നമ്മൾ പൂക്കളം വാരി കളയാറുണ്ട്. അതിൽ ഏറ്റവും വലിയ അപ്പം നമ്മൾ ഇടുന്നത് ഉത്രാട നാളിലാണ്. There is an announcement. ഗ്രൗണ്ടിൽ വടംവലി നടക്കുന്ന ഗ്രൗണ്ടിനടുത്ത് 3 കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് മാറ്റി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആരുടെയാണ് ആ കാറെങ്കിലും ഒന്ന് മാറ്റണം പ്ലീസ്. നെക്സ്റ്റ് ഇസ് ഉത്രാടം. ഉത്രാടപ്പൂ നിലാവ്. ചോദ്യം ശ്രദ്ധിക്കുക, മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? ഓക്കെ, ഇതൊന്നും വിഷമിക്കേണ്ട. നമ്മളൊരു കോൺടെസ്റ്റിന് പോകുമ്പം ഈ മലയാളി മംഗ, ഓണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ അല്പം ഒന്ന് വായിച്ചിട്ടൊക്കെ പോകണം. സാരമില്ല, നിങ്ങളുടെ കോളേജ്, നിങ്ങളുടെ ഫ്രണ്ട്സ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കാം. നമുക്ക് എല്ലാവർക്കും ഓണം ആഘോഷിക്കുന്നതോടൊപ്പം ഏറ്റവും സന്തോഷം ഓണത്തിന് അവധി കിട്ടുന്നതുകൂടാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ കേരളം കൂടാതെ ഓണത്തിന് അവധി നൽകുന്ന ഏക സംസ്ഥാനം
മോളെ നാലാം ഓണം എന്ന് കേട്ടിട്ടുണ്ടോ? നാലാം ഓണം ഏത് മഹാത്മാവിന്റെ ജന്മദിനമാണ് നാം ആഘോഷിക്കുന്നത്? കിട്ടിയിരിക്കുന്ന വിഷയം വഞ്ചിപ്പാട്ടാണ്. ഇതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ലെന്ന് ഞാൻ പറയാൻ ശ്രമിക്കാം. ഓണം നമുക്ക് കേരളത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത വളരെ വർഷത്തിലുള്ള ഒരു ഉത്സവം തന്നെയാണ്. ഇതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥാനം തന്നെയാണ് വഞ്ചിപ്പാട്ടിനുള്ളത്. ഇതൊരു മത്സരമായിട്ട് കൽച്ചലുകൾ നടത്തി വരുന്ന ഒരു കാര്യമാണ്. അധികം ആൾക്കാർ വളരെ കൂടി ആഘോഷിച്ച് ഇത് വളരെ പ്രയത്നത്തോടെ നടത്തുന്ന ഒരു സ്ഥാനം തന്നെയാണ് വഞ്ചിപ്പാട്ട്. ഇതിൽ വളരെയധികം വഞ്ചികൾ നിൽക്കുകയും അതിൽ വളരെ പ്രസിദ്ധമായ ആൾക്കാർ അത് തുഴയുകയും ഒക്കെ അത് കോമ്പറ്റീഷൻ നടത്തുകയൊക്കെ ചെയ്യാറുണ്ട്. വഞ്ചിപ്പാട്ടൊന്ന് ട്രയൽ രണ്ടുപേരും പറയാൻ പറ്റുമോ? വഞ്ചിപ്പാട്ടിൽ ഒരു ഓണം എന്ന് പറഞ്ഞത് വഞ്ചിപ്പാട്ട് ഉത്രാടം. The next is Cricketa. തൃക്കേട്ടയിൽ നിന്ന് ശരിയുത്തരമാണ് മിസ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഓണാഘോഷത്തിലെ ഏറ്റവും മഹാനായ വ്യക്തി നമ്മുടെ ഐതിഹ്യപ്രകാരം മഹാബലിയാണ്. മഹാബലി തന്നെ പ്രജകളെ കാണാൻ വരുന്ന ദിനമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ മഹാബലി തമ്പുരാൻ്റെ വാക്കിൻ്റെ അർത്ഥം അറിയാമോ? മഹാബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാബലി എന്ത് ക്വാളിറ്റിയിലാണ് ഈ മഹാബലി തമ്പുരാനെ നമ്മൾ അറിയുന്നത് എന്ന് മനസ്സിലാക്കി തന്നാലും മതിയാവും. സ്നേഹവും കരുതലും കുറച്ചുകൂടെ നമ്മളിപ്പോൾ പറയുന്നൊരു വാക്കുണ്ട്. ആ ഒരു പേരുണ്ട്. ഉത്തരം പറഞ്ഞുതരാം. വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് അതിനർത്ഥം. ഓക്കെ, അടുത്ത ചോദ്യം ദശപുഷ്പവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദശപുഷ്പങ്ങളിൽ പെട്ട ഒന്ന് പുൽവർഗത്തിൽപ്പെട്ട ചെടിയാണ്. ഏതാണത്? ഉത്തരം പറയാം, കറുകയാണ്. ഇതേ ചോദ്യം തന്നെയായിരുന്നു വേറൊരു കുട്ടിയോടും ചോദിച്ചിരുന്നത്, മറ്റൊരു തരത്തിലായിരുന്നു എന്നേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും വേണ്ടി പറയാണ്, കറുകയാണത്. രണ്ടാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അത് ഏത് പേരിലാണ്? എനിക്ക് കിട്ടിയത് പിള്ളാരോണമാണ്. പിള്ളാരോണം എന്ന് പറയുമ്പോൾ നമ്മൾ തിരുവോണത്തിനൊക്കെ മുമ്പേ തന്നെ ആഘോഷിക്കുന്ന ഒരു ഓണമാണ്. അപ്പോൾ അന്നും ഇതുപോലെ തന്നെ സദ്യയും എല്ലാം നമ്മൾ ഉണ്ടാക്കി നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും അങ്ങനെയൊക്കെ കൊടുത്താണ് പിള്ളാരോണം ആഘോഷിക്കുന്നത്. അന്ന് മുതൽ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഓണം എന്ന് പറഞ്ഞാൽ ആഘോഷം തുടങ്ങുകയാണ്. പിന്നെ തിരുവോണം വന്നു നമ്മുടെ അന്നത്തെ ആഘോഷം. And the next is Vishak. വിശാഖത്തിനോടുള്ള ചോദ്യം, ഏത് നാളിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഇടേണ്ടത്? ഒന്നുകൂടെ ചോദ്യം, ഏത് നാളിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഇടേണ്ടത്? ഒരു നാളിൽ നമ്മളിടുന്ന പൂക്കളത്തിൻ്റെ വലിപ്പം ഏറ്റവും വലുതാണ്. അപ്പം അത് ഏത് നാളാണെന്നാണ് ചോദിച്ചത്. തിരുവോണമല്ല, ക്ഷമിക്കണം, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. ഓണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട്. ഒരുപാട് പഴഞ്ചൊല്ലുകൾ
പഴഞ്ചൊല്ലിൻ്റെ അവസാന ഭാഗം ഞാൻ പറയാം. അതിൻ്റെ ആദ്യ ഭാഗം എന്താണെന്ന് പറയാം. ഡാഷ് വിറ്റും ഓണം ഉണ്ണണം. ഡാഷ് വിറ്റും ഓണം ഉണ്ണണം. കാണം വിറ്റും ഓണം ഉണ്ണണം. വള്ളംകളി കണ്ടിട്ടുണ്ടോ? പലതരത്തിലുള്ള വള്ളംകളിയിൽ മത്സരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇരുന്ന് മത്സരിക്കുന്ന വള്ളം ഏതാണ്? ചുണ്ടമ്പ. എനിക്ക് കിട്ടിയ വിഷയം വള്ളംകളിയാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണമായി അനുബന്ധിച്ചപ്പെട്ട ഒരു ഉത്സവം പോലെയാണ് വള്ളംകളി നടത്തുന്നത്. സാർ പറഞ്ഞ പോലെ ഏറ്റവും ആൾക്കാർ കൂടി നടത്തുന്ന വള്ളം ചുണ്ടൻവള്ളമാണ്. വള്ളംകളിയിൽ പറയുമ്പോൾ തന്നെ ഒത്തൊരുമടിയും ആഹ്ലാദവും സന്തോഷവും അതിനെല്ലാം പ്രതീകമാണ്. Next is Tiruvanam. കൺഗ്രാജുലേഷൻസ്. തിരുവോണം സെക്കൻഡ് ലെവലിലേക്ക് പ്രവേശിച്ചതിന്. ചോദ്യം ശ്രദ്ധിക്കുക. ഓണസദ്യക്ക് വിളമ്പുന്നവയിൽ എരിവ്, ഉപ്പ്, പുളി, മധുരം ഇവയൊന്നുമില്ലാത്ത വിഭവം ഏതാണ്? ഒന്നുകൂടെ. ഓണസദ്യക്ക് വിളമ്പുന്നവയിൽ എരിവ്, ഉപ്പ്, പുളി, മധുരം ഇവയൊന്നുമില്ലാത്ത വിഭവം ഏത്? അടുത്ത ചോദ്യം. നമ്മൾ ഇംഗ്ലീഷ് മാസങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാള മാസങ്ങൾ ഏതൊക്കെയാണ്? അതൊന്ന് ക്രമത്തിൽ പറയാൻ ശ്രമിക്കുക. ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാക്കി മാറ്റിയ വർഷം ഏതാണ്? എനിക്ക് കിട്ടിയ ടോപ്പിക്ക് ഓണത്തല്ലാണ്. എനിക്ക് വലുതായിട്ട് അറിയില്ല, എന്നാലും എൻ്റെ ഒരു ഊഹം ഈ ഒരു ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായതാണ്. എല്ലാവരും കൂടെ തറവാടുകളിലെല്ലാം കൂടിച്ചേർന്ന് കഴിഞ്ഞ് തിരുവാതിര പോലത്തെ കളികളിൽ കഴിഞ്ഞിട്ട് അവസാനമായിട്ട് കളിക്കുന്ന കളികളിൽ ഒന്നാണ് ഓണത്തല്ല്. ഓണത്തല്ല് കളിക്കുന്നത് എൻ്റെ ഈ വാസുദേവനായുടെ നോവലുകളിലെല്ലാം വായിച്ച് ഉള്ള പരിചയം എനിക്കുള്ളൂ. മറ്റേ നാലുകെട്ടിലൊക്കെ പറയുന്നുണ്ട്. അതിൽ അവനും അല്ല അമ്മാവനും കൂടെ കളിച്ച ഒരു മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അത് ഓക്കെ, താങ്ക് യു. അവസാനമായി മൂലം. വളരെ സന്തോഷം. അടുത്ത ലെവലിലേക്ക് പ്രവേശിച്ചതിൽ ഏറ്റവും
സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് എനിക്കിതിന് തോന്നുന്നത്. നമുക്ക് പറയാൻ പറ്റും, ആലോചിച്ചുത്തരം പറയുക. ഓണപ്പൂക്കളിൽ പ്രധാനി ആരാണ്? അല്ലെങ്കിൽ ഓണപ്പൂക്കളിൽ ഏറ്റവും പ്രാധാന്യമുള്ള പൂവ് ഏതാണ്? തെറ്റിയല്ല, ഉത്തരവും തെറ്റി. ആൻസർ തുമ്പപ്പൂ. അടുത്ത ചോദ്യം, മലയാള മാസങ്ങൾ ക്രമത്തിൽ പറയുന്നു. ചിങ്ങം, കന്നി, മകം, ധനു, ചിങ്ങം, കന്നി, മകം, വൃശ്ചികം, ധനു, ദശപുഷ്പങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? അത് എത്ര എണ്ണം? അതിനകത്ത് ഏതെങ്കിലും ഒരു 4 എണ്ണത്തിന്റെ പേര്. തുമ്പ, തെറ്റി, കൊമ്പി, എനിക്കിതിനെക്കുറിച്ച് വലിയ പിടിയില്ല. ഉത്രാടപ്പാച്ചിലാണ്. എനിക്കിതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. തിരുവോണം ആഘോഷിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഉത്രാടം എന്ന് പറയുന്നത്. നമുക്ക് ആഘോഷത്തിലുള്ള എല്ലാ കാര്യങ്ങളും സമാഹരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ എല്ലാ ആൾക്കാരും പാഞ്ഞ് പരിശ്രമിച്ച് സമാഹരിച്ച് കൊണ്ടുവരുന്ന ആ ഒരു പ്രക്രിയയാണ് ഇതെന്നറിയപ്പെടുന്ന ഉത്രാട പാച്ചിൽ. ഒന്നിലും ഒരു കുറവ് വരാൻ പാടില്ല. ഓക്കെ, അവസാനത്തെ ദിവസം നമുക്ക് തിരുവോണത്തെ വരവേൽക്കാനായി കിട്ടുന്നു. ആദ്യത്തെ കണ്ടസ്റ്റന്റ് അത്തം, പ്ലീസ് കം ഫോർവേഡ്. ഹലോ അത്തം, കൺഗ്രാറ്റുലേഷൻസ് അഗെയിൻ. സെക്കൻഡ് ലെവലും അത്യുഗ്രമായി വിജയിച്ച് ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിച്ചതിനുള്ള പ്രത്യേക അഭിനന്ദനം. നിങ്ങളെല്ലാവരും ഒരു കൈയടിയോടുകൂടി സ്വീകരിക്കുമോ അവരെ അത്തം? ഓക്കെ, ഇനി അത്തത്തിനെ നമ്മൾ വിശദമായിട്ട് പഠിക്കുകയാണ്. ഏറ്റവും നല്ല മലയാളി മംഗ, നല്ലത് ഇൻ ദ സെൻസ് നമ്മുടെ കാലഘട്ടത്തിന് ഉത്തമയായിട്ടുള്ള മലയാളി മംഗയാണ് തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വളരെയധികം ചിന്തിച്ച് ഉത്തരം നൽകുക. ചോദ്യം ശ്രദ്ധിക്കുക. ശരീരവുമായി ബന്ധപ്പെടുത്തിയുള്ള കളിയാക്കലുകളെ, ബോഡി ഷേമിംഗ് എന്നൊക്കെ നമ്മൾ പറയും, എങ്ങനെ നേരിടാമെന്നാണ് അത്തം വിചാരിക്കുന്നത്? ഒന്നുകൂടെ പറയാം. ശരീരവുമായി ബന്ധപ്പെടുത്തിയുള്ള കളിയാക്കലുകളെ എങ്ങനെ നേരിടാമെന്ന് തോന്നുന്നു? ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തിലും ആത്മാവിലുമാണ്. ഒരു ശരീരവും ആത്മാവും ചേരുന്നതാണ് ഒരു വ്യക്തി പൂർണ്ണമാകുന്നത്. അതിൽ പലർക്കും പലതായിരിക്കും അവരുടെ ശരീര രീതികൾ. ചിലർക്ക് വണ്ണം കാണും, ചിലർക്ക് വണ്ണം കാണില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെ അയാളുടെ വണ്ണത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭാഗികമായ സൗന്ദര്യത്തിൽ ഒരിക്കലും നമ്മൾ ഒരാളെ വിലയിരുത്താൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അവർ ഇപ്പം എൻ്റെ ഒരു വണ്ണം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബാധിക്കേണ്ട വിഷയമല്ല. അവർക്കതിൽ യാതൊരു വിധത്തിലും കുറ്റം പറയാനുള്ള അർഹതയുമില്ല. ആർക്കാണെങ്കിലും എപ്പോൾ വേണ്ടിയാലും വണ്ണം കൂടാൻ കുറയാം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് മറ്റുള്ളവരെ ഒരിക്കലും നമ്മൾ താരതമ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ കളിയാക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിവരക്കേടായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ.
താങ്കൾക്കൊരു ബോഡി ഷേവിങ് നേരിട്ടു എന്ന് വിചാരിക്കുക ഈ ക്യാമ്പസിൽ വെച്ച്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താങ്കൾ എങ്ങനെയായിരിക്കും ആ ഒരു പ്രതിസന്ധിയെ നേരിടുന്നത്? എൻ്റെ ബോഡിയിൽ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നതിന് ഞാൻ മുഖവിലേക്ക് എടുക്കാറില്ല. സോ അതെന്നെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് കാണുന്നില്ല. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ കേൾക്കുന്ന നമ്മുടെ അതിജീവിതയുടെ കഥയുണ്ട്. നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വളരെ കാലമായിട്ട് നമ്മൾ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് കാതോർത്തിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഒരു അവസ്ഥ നേരിടുന്നു എന്ന് സാങ്കല്പികമായിട്ട് വിചാരിക്കുക. എന്തായിരിക്കും കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ്? നമ്മൾ ഈ ന്യൂസ് പേപ്പറുകളിൽ കേൾക്കുന്ന നമ്മുടെ പ്രിയകരിയായിട്ടുള്ള കലാകാരി, നമുക്ക് പേരൊന്നും പറയാനായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റില്ല, അവർക്ക് ഏറ്റവും ദാരുണമായിട്ട് അവർ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയം അവരെ പീഡിപ്പിക്കപ്പെട്ടു ശാരീരികമായിട്ട്. നമ്മളെല്ലാവരും പേപ്പറിലൂടെ കേട്ട് അതിൻ്റെ വിധി കാത്തിരിക്കുന്ന സമയമാണ്. അത് സാങ്കല്പികമായിട്ട് അത്തരത്തിലാണ് നേരിട്ടതെങ്കിൽ എങ്ങനെയായിരിക്കും അത് നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരീരം വെറും ഭാഗ്യമായ സൗന്ദര്യമാണ്. ഒരിക്കലും ശരീരത്തിലല്ല ഒന്നുമുള്ളത്. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പറ്റി എന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് ജീവനേക്കാൾ വലുതാണ് മാറുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തെറ്റുകൊണ്ടല്ലാതെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ നമ്മൾ അതിനെ അതിജീവിക്കുക തന്നെ വേണം. ഒരിക്കലും അതിൽ തളർന്നിരിക്കരുത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. അത് കുട്ടിയുടെ ജഡ്ജ്മെൻറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു, എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഏകദേശം 5-6 വർഷത്തോളം കഴിഞ്ഞു ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് നമുക്ക് നീതി വൈകുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇങ്ങനെ കുട്ടിക്കാണ് അല്ലെങ്കിൽ അർത്ഥത്തിനാണ് ഈ ഒരു പ്രതിസന്ധി നേരിടുകയും നീതി വൈകുകയും ചെയ്താൽ എന്ത് വികാരമാണ് ഉണ്ടാവുക നീതിന്യായത്തോട് അല്ലെങ്കിൽ നീതിയോട്? സ്വാഭാവികമായും നമുക്ക് ദേഷ്യം തന്നെയാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് നമുക്ക് നീതി കിട്ടുന്നില്ല എന്നൊരു തോന്നല്, നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പോരായ്മയാണോ ഇത് എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. എങ്കിൽ പോലും നിയമത്തിൻ്റെ വഴികൾ നമ്മൾ ബഹുമാനിക്കുന്ന നമ്മുടെ നിയമപുസ്തകത്തിലെ നിയമപ്രകാരം അതത്രയും വൈകുമെന്നുള്ള സത്യം നമ്മൾ ഉൾക്കൊണ്ട് അതിനോടുകൂടി നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. അഭിനന്ദനങ്ങൾ. 3ാമത്തെ റൗണ്ടിലെത്തി. അർത്ഥത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് വളരെ പ്ലസൻ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാണോ? അതെ, ഓക്കെ. അപ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഏത് കാര്യത്തിൽ, അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, അതിനെക്കുറിച്ചൊന്ന് പറയുന്നു. ഒരു പെൺകുട്ടി എന്ന നിലയിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. കാരണം ഒരു പുതുജീവനെ ഈ ഭൂമിയിലേക്ക് വരുന്നത് ഒരു സ്ത്രീയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണായി ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഈ മലയാളി മംഗ മത്സരത്തിൽ വേഷം ഒരു പ്രധാന ഘടകമാണല്ലേ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള വേഷം. ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? സത്യത്തിൽ ജനറൽ ന്യൂട്രൽ യൂണിഫോം ഞാൻ അതിനോട് കുറച്ച് വിയോജിപ്പുള്ള ആളാണ്. കാരണം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ശരീരഘടനകളിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതി ഉൾക്കൊണ്ട് വേണം യൂണിഫോം ഇടാം. എക്സാമ്പിൾ, ഞങ്ങളുടെ കോളേജിലെ യൂണിഫോം ബോയ്സിന് ഷർട്ടും പാൻറ്റുമാണ്, ഗേൾസിന് ഷർട്ടും പാൻറ്റും കോട്ടുമാണ്. അപ്പോൾ ബോയ്സിൽ നിന്നും ഗേൾസിന് വ്യത്യസ്തത ഉള്ളതുകൊണ്ടാണ് അവർക്ക് ആ ഒരു എക്സ്ട്രാ കോട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റു സ്കൂളുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ശരീരഘടനയ്ക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. ഒരു കലാശാലയിൽ നിന്ന് തന്നെ ഇതിനു വേണ്ടി ഒരു അഭിപ്രായ സമന്വയത്തിന് വേണ്ടി നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കലാശാലകളിൽ നിന്നും ഒരു നിർദ്ദേശം വരണം എന്നിരിക്കട്ടെ. അങ്ങനെ നിങ്ങൾക്കൊരു അവസരം തരികയാണെന്നിരിക്കട്ടെ. നിങ്ങൾ കോളേജിൽ ഈ അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ വേണ്ടി എന്ത്
സ്റ്റെപ്പായിരിക്കും നമ്മുടെ അർത്ഥം എടുക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ഒരു അഭിപ്രായം നമ്മൾ തുറന്നു പറഞ്ഞു. അതായത് ഒരു വ്യക്തിയുടെ വേഷം എങ്ങനെയായിരിക്കണം, അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും ശാരീരികമായ പ്രത്യേകതകൾ വ്യത്യസ്ത രീതിയിൽ ഉള്ളവരാണ് എന്നതുകൊണ്ടാണ് ഒരേ തരത്തിലുള്ള വേഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ട എന്ന് സജസ്റ്റ് ചെയ്തത്. ഇത് തീരുമാനിക്കാനുള്ളൊരു അവസരം കലാലയങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ഈ വിദ്യാലയത്തിൽ നിന്ന് അങ്ങനെ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കി നമുക്ക് എവിടെയും എത്തിക്കേണ്ടിടത്ത് എത്തിക്കണമെങ്കിൽ താങ്കൾ അതിന് ഇനീഷ്യേറ്റീവ് എടുക്കുമോ ഈ കോളേജ്? തീർച്ചയായും ഇനിഷ്യേറ്റീവ് എടുക്കും. അങ്ങനെ എൻ്റെ അഭിപ്രായം ശരിയാണെന്ന് മൊത്തത്തിൽ പറയുന്നില്ല, മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ മാനിച്ചിട്ട് വേണ്ട തീരുമാനം എടുക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ സജഷൻ പറയും, മറ്റുള്ളവരുടെ സജഷൻസ് കൂടെ കേൾക്കും, കോമൺ ആയിട്ടുള്ളൊരു അഭിപ്രായം എടുത്തിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അർത്ഥം ഒരു ബിടെക് സ്റ്റുഡൻ്റാണ്. നമ്മളൊരു സിനിമയ്ക്കകത്ത് കേട്ടിട്ടുണ്ട്, ഒരു ബിടെക് സ്റ്റുഡൻ്റ് ഇറങ്ങുന്നത് 16 സബ്ജക്റ്റുകൾ പഠിച്ച് സെമിനാറുകൾ, അസൈൻമെൻറ്റ്, പ്രോജക്റ്റ്, സപ്ലികൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ശേഷമാണ് ഒരു ബിടെക് സ്റ്റുഡൻറ്റ് പുറത്തിറങ്ങുന്നത്. നമ്മൾ സിനിമയ്ക്കകത്ത് തമാശയായിട്ട് കേട്ടിട്ടുണ്ട്. ഒരു ബിടെക് സ്റ്റുഡൻ്റ് എന്ന മകള് ഒരു സംരംഭകയായി മാറുകയാണെങ്കിൽ ഇന്നത്തെ ഈ കാലത്ത് കേരളത്തിൻ്റെ ഈ ഒരു രീതിയിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നമ്മുടെ കുട്ടികൾ, ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഒന്നിനോടും ഒരു സീരിയസ്നെസ് ഇല്ല, ഭയങ്കര ഇറസ്പോൺസിബിളാണ്. അപ്പോൾ ഇവർ തന്നെയാണ് പിന്നീട് വളർന്നു വരുന്നത്. ഇത്തരത്തിലുള്ള വളർന്നു വരുന്ന ജനറേഷൻ്റെ മനോഭാവമായിരിക്കും ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. Thank you very much, Antam. Stay back. മകളെ അവിട്ടം, കൺഗ്രാജുലേഷൻസ്. വളരെയധികം കോൺഫിഡൻ്റായി നടന്നു വരുന്ന ആ കാഴ്ചയിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഉത്തരം കിട്ടുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മൾ പേപ്പർ വായിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ, അതായത് പെൺകുട്ടികൾ, സ്ത്രീകൾ, പ്രായഭേദമന്യേ അഭിമുഖീകരിക്കേണ്ടുന്ന പ്രശ്നങ്ങളുടെ പട്ടികയാണ് ഓരോ ദിവസവും പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. അങ്ങനെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ പകച്ചു നിന്ന് പോകുന്ന പെൺകുട്ടികൾക്ക് താങ്കൾക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന പെൺകുട്ടികൾക്ക് താങ്കൾ എന്ത് ഉപദേശമാണ് നൽകുന്നത്? ഓക്കെ. ജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതിപ്പം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അതിൽ തളർന്നു പോകാതെ ഒരു ഫീനിക്സ് പക്ഷി ചിതയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പറക്കുന്നത് പോലെ എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പോകുന്നില്ല, എന്നാലും നമ്മളുടെ സ്വപ്നങ്ങൾ സാധ്യമാക്കാൻ വേണ്ടി നമുക്ക് അതുകൊണ്ട് സാധിക്കും. ഇപ്പം ഒരു പെൺകുട്ടി എന്ന നിലയിൽ നേരിടേണ്ടി വരുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഉൾപ്പെടെ പല പെൺകുട്ടികൾക്കും പലയിടത്തു നിന്നും അങ്ങനെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഇനി വരാനും സാധ്യതയുണ്ട്. അതിന് നമുക്കൊരു വിശ്വാസം വേണം. എന്തൊക്കെ പ്രശ്നം വന്നാലും അതിനെ നമ്മുടെ മനോധൈര്യം കൊണ്ട് നേരിടാൻ സാധിക്കും. അങ്ങനെ സാധിക്കണം എന്ന് നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കാം. അങ്ങനെ ചെയ്താൽ തന്നെ ബാക്കിയുള്ളവർ നമ്മളുടെ അടുത്ത് എന്തൊക്കെ വന്നാലും നമുക്ക് അതിൽ നിന്നെല്ലാം പിടിച്ചു നിൽക്കാൻ പറ്റും. ഈ ഒരു കലാലയത്തിൽ ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾക്ക് ഉണ്ടാകാം. ഇനി താങ്കളാണ് ഈ കുട്ടികളുടെ ഒക്കെ നോക്കാനായിട്ട് ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയും ഈ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് എന്തൊക്കെ നടപടികളായിരിക്കും സ്വീകരിക്കുക? ആദ്യം തന്നെ അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കാനായിരിക്കും ഞാൻ ആദ്യം തീരുമാനിക്കുന്നത്. കാരണം മനോധൈര്യത്തിനെക്കാട്ടിലും വലിയൊരു ധൈര്യം ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് എല്ലാവരും കൂട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ അവരെല്ലാം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ നമ്മളിപ്പം ഇവിടുത്തെ കലാലയത്തിലെ കാര്യം ചോദിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പഠിക്കുന്ന ബിടെക് വളരെ അധികം
ടെൻഷനും കാര്യങ്ങളും ഉള്ളതാണ്. അതുകൊണ്ട് ജീവിതാവസാനം വരെ ഒരു എഞ്ചിനീയറായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതെന്ത് നേരിടേണ്ടി വരുന്നതാണെന്നുള്ളൊരു ബോധം അവരിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കും. എന്തൊക്കെ വന്നാലും ധൈര്യത്തോടെ നേരിടാൻ പറ്റും എന്നൊരു വിശ്വാസം എല്ലാവരിലും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതിപ്പം നമ്മുടെ കൂടെ ടീച്ചേഴ്സ് ആണെങ്കിലും കൂട്ടുകാരാണെങ്കിലും എല്ലാം ഉണ്ട്. നമ്മൾ ഒരിക്കലും തനിയാവില്ല. ഈവൻ നമ്മൾ തനിയായി പോയാൽ തന്നെ ഏതൊരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരാൻ പറ്റുമെന്ന് സ്വയം ഒരു വിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കും. അവിട്ടത്തിനോട് ചോദിക്കുന്ന ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഇനി അവിട്ടത്തിൻ്റെ ജീവിതത്തിൽ, അതായത് ഇവിടുത്തെ ജീവിത സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ പ്രശ്നം നേരിട്ട് മോളെടുത്ത് അതിൻ്റെ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പരിഹരിക്കപ്പെട്ടത്? തീർച്ചയായും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞ ഒരു കാര്യമുള്ളൂ, ഈ കാണുന്നവരെ നമ്മൾ എന്നും കാണണമെന്നില്ല, പക്ഷേ ജീവിതം നമ്മുടെയാണ്. നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെന്ന് ഉള്ളൊരു ബോധം ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ ഒന്നും നോക്കത്തില്ല. സ്വന്തം വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് സ്വന്തം സ്വഭാവത്തിലും മനസ്സാധ്യതയും കൈവിടാതെ അതിപ്പോൾ നമ്മളൊന്ന് വീണ് പോയാലും മുന്നോട്ട് കുതിച്ച് തന്നെ പോകണം. എത്ര തോൽവി വന്നാലും വിജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രശ്നവും നേരിടാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് 3ാം റൗണ്ടിലെത്തിയതിന്. എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം, 10 വർഷം നൃത്തം അഭ്യസിച്ചു എന്നല്ലേ പറഞ്ഞത്? അപ്പം നമ്മുടെ കലാലയങ്ങളിലൊക്കെ ഏറ്റവും ഒരു വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നതാണ് ഈ ലഹരിയുടെ ഉപയോഗം. അപ്പം ആ ലഹരി ഉപയോഗിക്കേണ്ട എന്നുള്ളൊരു സന്ദേശം ഒരു നൃത്തത്തിൻ്റെ ആംഗ്യത്തിൻ്റെ ഭാഷയിലൂടെ എങ്ങനെ കാണിച്ചു കൊടുക്കാൻ നമുക്ക്? ഓക്കെ, ഇന്നത്തെ പത്രം വായിച്ചോ? ഇല്ല. അതിൽ വളരെ പ്രശസ്തയായ ഒരു സ്ത്രീ, വളരെ പ്രായം ചെന്നവരാണ്. സ്ത്രീകളുടെ ഇടയിൽ അവർക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതാരാണെന്ന് നല്ല ഊഹമുണ്ടോ? ഒരു ക്ലൂ തരാം. പള്ളിക്കൂടം എന്ന് പറയുന്ന ഒരു വിദ്യാലയം സ്ഥാപിച്ച വ്യക്തിയാണ്. അരുന്ധതി റോയ് എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ അമ്മയാണ്. ഓക്കെ, അപ്പം അവരെന്താണ് ചെയ്തത് എന്നുള്ളതുകൂടെ, പണ്ട് നമ്മുടെ കേരളത്തിൽ ഒക്കെ തന്നെ സ്ത്രീകൾക്ക് സ്വത്തിന് അവകാശമില്ലായിരുന്നു. പ്രത്യേകിച്ചും ക്രിസ്തീയ വിഭാഗത്തിൽ അതിനെതിരെ പടപൊരുതി നിയമം കൊണ്ടുവന്ന, ഒരിക്കലും സ്ത്രീകൾ ആരും മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ്. ഇനി വരുന്നവർ ഇതിൻ്റെ ബാക്കി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ആളിൻ്റെ പേര് പറയുന്നില്ല. ഇനി മറ്റൊന്ന്, അതിനകത്ത് അധ്യാപികയാവണം എന്നൊരു ആഗ്രഹമാണ്. നമ്മുടെ മനസ്സിലുള്ള ഒരു നല്ല അധ്യാപികയുടെ ചില ഗുണങ്ങൾ പറയാം. എൻ്റെ മനസ്സിലുള്ള അധ്യാപികയുടെ ഗുണമെന്ന് പറയുമ്പോൾ ഒരിക്കലും കുട്ടികളുടെ മാർക്കിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൻ്റെ പേരിലോ അവരെ വിലയിരുത്താനിരിക്കരുത്. അവരെ എത്ര പുറകോട്ടാണെങ്കിലും അവരെ ചേർത്ത് നിർത്തുന്ന ഒരു മനസ്സായിരിക്കണം ഓരോ അധ്യാപികയ്ക്കും വേണ്ടത്. ഇപ്പം ഇന്നത്തെ സമൂഹത്തിൽ നേരത്തെ ചോദിച്ച പോലെ ജനറൽ ന്യൂട്രൽ യൂണിഫോമിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു മനസ്സായിരിക്കണം. അവരുടെ എന്ത് പ്രശ്നത്തിലും നമ്മളിപ്പം കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അത് നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അധ്യാപികയായി മാറണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കുട്ടികൾക്ക് നമ്മളോടൊരു സ്നേഹം, നമ്മളെ കാണുമ്പോൾ ഒരു ബഹുമാനത്തിനുപരി നമ്മൾ അവരിൽ ഒരാളാണെന്നൊരു തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കുന്ന രീതിയിലൊരു അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപികയായി മാറണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം. നമ്മുടെ ഇപ്പോഴത്തെ പാഠ്യപദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പം
നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ചോദിച്ചാൽ പോലും അത് എന്തിനാണെന്ന് പോലും അവർക്ക് പോലും അറിയാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. ഈ കലാലയത്തിൻ്റെ കാര്യം മാത്രമല്ല, പൊതുവെ ഈ സ്കൂളുകൾ മുതൽ തന്നെ അവർക്ക് പോലും അത് എന്തിനാണ് പഠിച്ചതെന്ന് അറിയാൻ വയ്യാത്തൊരു കാലഘട്ടമാണ്. സോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി, എന്നാൽ ഓരോരുത്തരുടെ അഭിരുചികൾ അനുസരിച്ച് അതിപ്പം 12ാം ക്ലാസ് 11ാം ക്ലാസ് തരംതിരിച്ച് മാറ്റുന്നത് അല്ലാതെ ചെറിയ ക്ലാസ് മുതൽ അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി ഓരോരുത്തരുടെ അഭിരുചികൾ അനുസരിച്ചുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് വരേണ്ട മാറ്റം. മലയാളി മങ്ക എന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന തലമുറയിലെ അമ്മ കൂടിയാണ്. ഒരു 2 വരി താരാട്ട് പാട്ട്. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. നമ്മൾ ക്ലാസ്സിലെ വർക്കുകൾ ചെയ്തില്ലെങ്കിൽ സാധാരണ നമ്മൾ പറയുന്ന ഒരു ഡയലോഗാണ് സമയം തികഞ്ഞില്ല. അപ്പോൾ ടീച്ചർമാർ നമ്മളോട് പറയും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് 24 മണിക്കൂറേ ഉള്ളായിരുന്നു, അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ കേൾക്കുന്ന ഡയലോഗ്. മോക്കൊരു 24 അരമണിക്കൂർ കിട്ടിയാൽ, അരമണിക്കൂറും കൂടെ ഒരു ദിവസം കൂടുതൽ കിട്ടിയാൽ മോൾ അത് എങ്ങനെ വിനിയോഗിക്കും, എന്തുകൊണ്ട്? ആദ്യം തന്നെ എത്ര സമയം കിട്ടിയാലും തീരാൻ പറ്റാത്ത അത്രയധികം കാര്യങ്ങളാണ് ഞങ്ങൾ ഓരോരുത്തർക്കും പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ 24 അരമണിക്കൂർ കിട്ടിയാൽ അതിനെ ഓരോ പാഠഭാഗങ്ങൾക്കും ആവശ്യമുള്ള സമയം അനുസരിച്ച് ആദ്യം തന്നെ സമയങ്ങൾ മാറ്റിവെക്കും. ഒരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ക്രമീകരിച്ച് മാറ്റിവെച്ച് അവസാനമുള്ള സമയം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വിനോദത്തിൽ ഏർപ്പെടാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ. കാരണം നമുക്കും എന്തെങ്കിലും ഒരു റിലീഫ് വേണമല്ലോ. പഠിത്തം മാത്രം കൊണ്ട് ഒരാളും എങ്ങും ചെന്ന് വിജയിക്കുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല ഞാൻ. പൊതുവായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന എന്ത് കാര്യമാണെങ്കിലും അന്നേരം അതിനുവേണ്ടി ചെലവഴിക്കാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ. ഓക്കെ, നന്ദി. പുരാണം, ഹാർട്ടി വെൽക്കം ടു ദ 3rd ലെവൽ. കൺഗ്രാജുലേഷൻസ്. പുരാണത്തിനോട് ചോദിക്കാനുള്ള ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. മലയാളി മങ്ക എന്നുള്ള ആശയത്തിനെയും മത്സരത്തിനെയും വിമർശിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ചോദ്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആവർത്തിക്കണമോ? ആദ്യം തന്നെ ഈ ചോദ്യം ചോദിച്ച മാമിന് നന്ദി രേഖപ്പെടുത്തുന്നു. മലയാളി മങ്ക, അതിൻ്റെ ആവശ്യം ഇന്ന് പല സ്ഥലങ്ങളിലും കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതലും ബംഗാളികളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതുമെല്ലാം. നാട്ടിൽ നിൽക്കാൻ ആരുമില്ല, എല്ലാവരും അന്യ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ പല രാജ്യങ്ങളിലുമായി മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത തലമുറയിലുള്ളവർക്ക് പോലും മലയാളം എന്താണ് അല്ലെങ്കിൽ മലയാളം പഠിപ്പിച്ചു പോലും കൊടുക്കാറില്ല ഇവിടെ നിന്ന് പോയവരൊക്കെ. ആ ഒരു ഘട്ടത്തിൽ മലയാളി മങ്ക അല്ലെങ്കിൽ കേരളശ്രീ അതിൻ്റെയൊക്കെ പ്രാധാന്യം വളരെ മുഖ്യമാണ് ഈ ഘട്ടത്തിൽ. മലയാളി മങ്ക എന്ന് പറയുമ്പോൾ വെറും ഒരു സാരി ഉടുത്ത് അല്ലെങ്കിൽ അണിഞ്ഞൊരുങ്ങി വന്ന് മലയാളം പറയുന്നതിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ ഒരു മലയാള തനിമ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പം തന്നെ പല സ്ഥലങ്ങളിലും മലയാളമൊക്കെ ആരും പറയാറ് പോലുമില്ല. എല്ലാവർക്കും ഒരു മോഡേൺ ടച്ച്, കുറച്ച് സ്റ്റൈല്, കുറച്ച് ഫാഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് മലയാളം അറിയത്തില്ല എന്ന് വരെ പറഞ്ഞു കളയുന്ന സ്ഥലങ്ങളുമുണ്ട്. ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ മലയാളം നമ്മൾ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കണം. കാരണം ഇത്രയും നല്ലൊരു ഭാഷ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു സംസ്കാരം ലോകത്തിലെ ഏത് സ്ഥലങ്ങൾ പോയാൽ പോലും ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ പേഴ്സണൽ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വരും തലമുറയെ ഞാൻ ആദ്യം പറഞ്ഞു പഠിപ്പിക്കുന്നത് നമ്മുടെ കേരള സംസ്കാരവും അതുപോലെ തന്നെ മലയാളി മങ്ക അല്ലെങ്കിൽ കേരളശ്രീ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ച് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ മലയാളി മങ്ക
ബഹുദൂരം മുന്നിലോട്ട് പോയിട്ടുണ്ട്. പണ്ടത്തെ മലയാളി മംഗ നമുക്ക് വിപ്ലവകരമായിട്ടുള്ള പല സന്ദർഭങ്ങളിലും ചുരുക്കം ചില മലയാള മംഗമാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വീടുകളിൽ അകത്തളങ്ങളിൽ ഒക്കെ അവർ വീടിന് ചുറ്റപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്ത് ഭർത്താവിന് സേവനമൊക്കെ ചെയ്ത് അവർ പുറത്ത് പോയി ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഭർത്താവിനെ വളരെയധികം നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഏറ്റവും ഉത്തമയായിട്ടുള്ള ഭാര്യയായിട്ട് കണക്കാക്കുന്ന ഒരു സങ്കല്പത്തിൽ നിന്ന് ആധുനിക സ്ത്രീകൾ മലയാളത്തിൻ്റെ തനിമ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവൾ ഒന്നും കൂടുതൽ ജോലികൾ ഒരേ സമയം ചെയ്യാനായിട്ട് അവൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവൾ മുന്നോട്ട് പോകുന്നത്. അവൾ ചിലപ്പോൾ തൊഴിൽശാലയിൽ ഏറ്റവും വലിയ തൊഴിൽ ചെയ്യുന്നവളാകാം, വീട്ടിലെ ഏറ്റവും നല്ല ഹൗസ് കീപ്പിംഗ് ആകാം, സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ഒരു നല്ലൊരു വനിതയായിട്ടിരിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ ആ ഒരു ഓപ്പോസിറ്റ് ജെൻഡർ നമ്മുടെ പഴയ കാലത്തിൻ്റെ രീതികളിൽ നിന്ന് എത്രത്തോളം മാറിയിട്ടുണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത്തരം മൾട്ടിപ്പിൾ റോൾസ് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യാൻ കഴിയുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ വർക്ക്ഷെയറൊക്കെ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ആദ്യം തന്നെ പുരുഷൻ പഴയ കാലഘട്ടത്തിൽ നിന്ന് പുരുഷൻ എന്തോരം മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50% എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഞങ്ങളുടെ കാലഘട്ടത്തിൽ പോലും എല്ലാവരും സ്വന്തം അച്ഛനെ കണ്ടാണ് ഈവൻ ആൺമക്കൾ പോലും വളരുന്നത്. ചെറിയ രീതി ഒരു 50%, കൂടിപ്പോയ ഒരു 60% മാത്രമേ മാറിയിട്ടുണ്ടാവുള്ളൂ. എന്നാൽ മാറിയ ഭാഗം പറയുവാണെങ്കിൽ പണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചുകൊണ്ട് അവരെല്ലാം സ്ത്രീകളെ ശരിക്കും വെറും വീടുകളിൽ മാത്രം അവരെ ഇടുകയാണ്. അല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ അവർക്ക് എന്താണ് ആഗ്രഹം അത് നടത്തി കൊടുക്കാനോ ഒന്നും ആരും അതൊന്നും കേൾക്കാനും പോലും സമയം പോലുമില്ല. എല്ലാവർക്കും അവർക്ക് ഭാര്യ കൂടെ വേണം, സ്വന്തം മക്കളെ നോക്കാൻ, മക്കളെ ഒരു നിലയിലെത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. അതിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ പലരും, പ്രത്യേകിച്ച് ഈ ജനറേഷനിലുള്ള പല പുരുഷന്മാരും സ്വന്തം ഭാര്യമാരെ ജോലിക്ക് വിടുകയും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനും അവരുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാനും അവരുടെ കലകളെ വളർത്താനും ഒക്കെ പരമാവധി ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എന്താണ് ഇഷ്ടം, അവർക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെയാണോ വേണ്ടത്, അതുപോലെ നിന്ന് കൊടുക്കാറുമുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ കാലത്ത് മാമിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പോലെ പണ്ടത്തെ കാലത്ത് ഒരു സമയത്ത് തന്നെ മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യുന്നവർ സ്ത്രീകൾ ഉണ്ട്. ശരിയാണ്, ഇപ്പോഴും ചെയ്തവരുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇപ്പോഴും ചെയ്തവരില്ലെന്ന്? കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉള്ള പുരുഷന്മാര് വളരെ കഷ്ടപ്പെട്ട് നോക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോഴും ഒരു ജോലിക്ക് പോകാത്ത അമ്മമാര് വരെ ഉണ്ട് ഈ ലോകത്ത്. പ്രത്യേകിച്ച് എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതലും ഉള്ളത്. കാരണം അവരെ പണ്ടത്തെ സംസ്കാരമാണിത്, അല്ലെങ്കിൽ പണ്ട് ഇതുപോലായിരുന്നു, പിന്നെ നിങ്ങളുടെ അമ്മൂമ്മയൊക്കെ ചെയ്തത് തന്നെയല്ലേ നിങ്ങൾ ചെയ്തത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അത് നിന്നെന്താ മാറി ചിന്തിക്കാൻ പാടില്ലേ? മാറി ചിന്തിക്കണം. അപ്പം പല കാര്യങ്ങളും പല തൊഴിലുകളും അമ്മമാര് ചെയ്തോട്ടെ. പുരുഷന്മാർക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? സ്ത്രീകൾ പോകുന്നില്ലേ? എന്തൊക്കെ സ്ത്രീകൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എന്തോരം കാര്യങ്ങൾ സ്ത്രീകൾ പോകുന്നുണ്ട്. പണ്ട് ചെയ്തതുപോലെ തന്നെ ചെയ്തോട്ടെ. പക്ഷേ മൾട്ടിപ്പിൾ ടാസ്ക് എന്ന് പറയുമ്പോൾ വെറും വീട്ടുകളിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ പാടില്ലെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എപ്പോഴും നമ്മൾ പല കാര്യങ്ങളും അവരെ പുറലോകം കാണിക്കുക. എന്തിനാ വീട് തടങ്ങളിൽ അടച്ചിട്ടിരിക്കുന്നത്? പുറലോകം കാണിച്ച് അവരെ വളർത്താൻ ശ്രമിക്കും. ഒരു സിംഗിൾ രസകരമായ ചോദ്യമാണ് ഇത്. ഫൈനൽ ചോദ്യം, ജഡ്ജ്മെന്റിനല്ല. അതായത് ആശയപരമായിട്ട് വളരെ വ്യത്യാസം വന്നുപോയി പഴയ കാലത്തുള്ള കുലസ്ത്രീ എന്നുള്ള പ്രയോഗം. ഇന്ന് കുലസ്ത്രീ എന്ന് പ്രയോഗിക്കുമ്പോൾ ഒരു സ്ത്രീയെ പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടുന്നവർ പ്രയോഗിക്കുന്നത്. അതിനോട് എന്താണ് അഭിപ്രായം? കുലസ്ത്രീ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു 90% ആൾക്കാരും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലെ കുലസ്ത്രീയുടെ കുറെ ട്രോളുകൾ കണ്ടിട്ടുള്ളവരായിരിക്കണം. കുലസ്ത്രീ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഭയങ്കര പരമ്പരാഗതമായി സ്ത്രീ അത് ചെയ്യരുത്, സ്ത്രീ ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ ഭയങ്കര ഒത്തിരി അണിഞ്ഞൊണിക്കാൻ മറ്റൊരു പുരുഷന്റെ മുമ്പിൽ കൊണ്ട് പല സംസ്ഥാനങ്ങളിലും മുഖം പോലും കാണിക്കരുത് എന്ന് വരെ ഉള്ളുണ്ട്. അപ്പം കുലസ്ത്രീയിൽ നിന്ന് ഒത്തിരി മാറിയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിൽക്കുന്നത്. എൻ്റെ ഒരു
ഒരു കുലസ്ത്രീ എന്ന ഒരു പദത്തിന് അത്രയും ഞാൻ യോജിക്കുന്നില്ല. താങ്ക് യു. ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, നമ്മളെപ്പോഴും പറയാറുണ്ട് അമ്മ 10 മാസം നൊന്ത് പ്രസവിച്ച് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അച്ഛനുണ്ട്, നമുക്ക് അമ്മയുണ്ട്. ആരുടെ ത്യാഗമാണ് വലുതെന്ന് ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്തായിരുന്നു? തീർച്ചയായിട്ടും എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് എൻ്റെ അമ്മ. എൻ്റെ അമ്മയല്ല, എല്ലാവരുടെയും അമ്മ. എപ്പോഴും ഒരമ്മ നമ്മളെ സഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് എത്ര നെഗറ്റീവ്സും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരമ്മ നമ്മളെ സ്നേഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു അമ്മ നമുക്ക് വേണ്ടി സഹിക്കുന്ന പോലെ മറ്റാരും അച്ഛനാവാൻ പറ്റില്ല എന്നല്ല ഞാൻ തീർത്ത് പറയുമല്ല. പക്ഷേ ഒരമ്മ നമ്മളെ മനസ്സിലാക്കുന്ന പോലെ വേറെ ആർക്കും, ഈ ലോകത്ത് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ പുതിയ തലമുറയിലുള്ള എല്ലാവരും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, റിലേഷൻഷിപ്പിലൊക്കെ പോയാൽ എല്ലാവരും പറയും നിന്നെ എനിക്ക് മനസ്സിലാക്കുന്നതിനത്ര വേറെ ആർക്കും മനസ്സിലാക്കത്തില്ല. അത് വളരെ പച്ചക്കള്ളമാണ്. കാരണം ഒരമ്മയ്ക്ക് ഇത്രയും വർഷം നമ്മുടെ കൂടെ നിന്ന ഒരമ്മയ്ക്ക് നമ്മളെ മനസ്സിലാക്കുന്നിടത്തോളം വേറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായും ഉത്തരം അമ്മ മാത്രമാണ്. നമ്മുടെ രാജ്യത്താണേലും നമ്മുടെ സൊസൈറ്റിയിലാണേലും നമ്മുടെ കോളേജിലാണേലും ഒക്കെ ഒത്തിരി നിയമങ്ങൾ നമുക്കുണ്ട്. നിയമപരമല്ലാത്ത ഏതെങ്കിലും ഒരു നിയമം മോൾക്ക് നിയമവിധേയമാക്കുവാനായിട്ട് അനുവാദം ലഭിച്ചാൽ ഈ കോളേജിൽ മോൾ അത് ഏത് തിരഞ്ഞെടുക്കും? എന്തുകൊണ്ട്? പല നിയമങ്ങളും ഉണ്ട്. അതെല്ലാം ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ നിയമമല്ല, ഞങ്ങളുടെ വർക്കിംഗ് അവേഴ്സ്, സ്റ്റാർട്ടിംഗ് ടൈം വർക്കിംഗ് അവേഴ്സ് ഒന്ന് ആദ്യം കുറച്ചാൽ കൊള്ളാം. വെച്ച് കഴിഞ്ഞാൽ രാവിലെ 8:30ക്കാണ് ക്ലാസ്. അപ്പം അത് കുറച്ച് ഒരു 9 മണിയെങ്കിലും ആക്കിയാൽ കൊള്ളാമെന്നാണ് ആഗ്രഹം. അല്ലാതെ നിയമങ്ങൾ അങ്ങനെ മാറ്റല്ല. നമ്മളൊരു അച്ചടക്ക ഘട്ടത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ചെയ്യുന്നത്. ഞാനും നിയമങ്ങൾ തെറ്റിച്ചിട്ടുണ്ട്. എന്നാലും അവരതിന് ഉള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മളെ നല്ലൊരു രീതിയിൽ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മോർണിംഗ് ടൈം അത് മാത്രം കുറയ്ക്കണം. അല്ലാതെ നമുക്ക് നല്ലത് തരാൻ വേണ്ടിയിട്ടല്ലേ അവരെല്ലാം പറയുന്നത്. അപ്പോൾ അതെല്ലാം അങ്ങ് അംഗീകരിച്ചു കൊടുക്കാം. പുരാണം, യു ക്യാൻ സ്റ്റേ ബാക്ക്. ഇതോടെ നമ്മുടെ എല്ലാ ലെവലുകളും തീർന്നിരിക്കുകയാണ്. Okay, I'm going to second place.
Second prize goes to Bhavani Sunil Punara. Bhavani Sunil Punara, congratulations. And the first prize goes to Ansha Rachel Varghese. Thank you. Congrats. Please come forward. Vedana, Anune, title winning Sasha Rekura. Susan madam, please come forward. Title winner ne, title Sasha അണിയിക്കുന്നതിന് വേണ്ടി സൂസൻ മാഡത്തിനെ വെൽക്കം ചെയ്യുന്നു. Congratulations. Yes, put your hands together for Malayali Manga 2022. Yes, ma'am. Congratulations, Malayali Manga 2022. Sponsored by EmpowerMarriott.com. Ansha Rachel Varghese. Congratulations, Ansha. Now, winner വിന്നറുള്ള ക്രൗൺ പ്രിൻസിപ്പൽ സാറാണ് വയ്ക്കുന്നത്. Put your hands together, please. മലയാളി മംഗള 2022 വിന്നറുള്ള ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് നമ്മുടെ ഇൻസ്പെക്ടർ ചെയർമാൻ സാറാണ്. സാർ പ്ലീസ്. വിന്നറുള്ള 10,000 rupees towards cash prize sponsored by EmpowerMarriott.com. മലയാളി മംഗള 2022. Ansha Rachel Varghese. Congratulations, Ansha. Now the second prize. Always Parvati Sunil. Come forward, Parvati.